മണവാളൻ മീഡിയ പ്രാങ്കൊക്കെ ചെയ്യുന്ന മണവാളൻ. അപ്പം മണവാളനെതിരെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ട് എന്നുള്ളത് രാവിലെ കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി അയച്ചു തന്നു. ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ തൃശ്ശൂർ, അവിടെ നിന്നാണ് ഈ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മണവാളിൻ്റെ ശരിക്കുള്ള പേര് ഷഹീൻ ഷാ എന്നാട്ടോ. അപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസിൽ എഴുതിയിട്ടുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാൾ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ബാക്കി കേസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കേസിലെ പ്രതിയാണ്. ഇയാൾ സംഘം ചേർന്ന് 19/4/2024 തീയതി ഏകദേശം 6 മണിയോടുകൂടി തൃശ്ശൂർ കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്തിരുന്ന 2 കോളേജ് വിദ്യാർത്ഥികളെ കാർ ഇടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയ കേസിലെ പ്രധാന പ്രതിയും സംഭവ സമയത്ത് പ്രതി വാഹനം ഓടിച്ചിരുന്നയാളും സംഭവത്തിന് ശേഷം നാളിതുവരെ ഒളിവിൽ കഴിഞ്ഞ് വരുന്നയാളുമാണ്. ഇയാൾ മണവാളൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തി വരുന്നതായുമാണ്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ മേൽപ്പറയുന്ന ഫോൺ നമ്പറിലോ ഇമെയിലിലോ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലുക്ക് ഔട്ട് നോട്ടീസാണ് ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത്. അതിനുശേഷം ഒരു ഉച്ചയായപ്പോഴത്തേക്ക് കുറേ ന്യൂസും കാര്യത്തിലൊക്കെ ഇത് ബ്രേക്ക് ചെയ്തു. അറിയാലോ, യൂട്യൂബേഴ്സ്, കോണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് വന്നാലും സിനിമാക്കാരേക്കാൾ കൂടുതൽ വലിയ ബ്രേക്കിംഗ് ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ആ സ്കീമിൽ ഈ സാധനം ഇങ്ങനെ വന്നു തുടങ്ങി. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഞാൻ രാവിലെ മുതൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. സോ എൻ്റെ ഒരു പേഴ്സണൽ സർക്കിളിൽ എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന്, കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. സോ എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാൻ കുറച്ച് സമയമെടുത്തു. അപ്പോഴത്തേക്കും പിന്നെ ന്യൂസിലും കാര്യത്തിലൊക്കെ വന്നു. ഇപ്പം മണവാളൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ അവൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. മണവാളനെ കണ്ടവരുണ്ടോ ഓക്കെ, ചിരിച്ചിട്ട് ഒരു സ്മൈലി കൊടുത്തിട്ടുണ്ട്. എ കോയിൻ ഹാവ് 2 സൈഡ്സ്, ഐ വിൽ ഷോ യു ദ അതർ സൈഡ്, എക്സ്പ്ലനേഷൻ വീഡിയോ ലോഡിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലുക്ക് ഔട്ട് നോട്ടീസോ കേരളത്തിൻ്റെ ഒരു പോക്കേ എന്ന് പറഞ്ഞിട്ട് മണവാളൻ വീണ്ടും ഒരു സ്റ്റോറി പിന്നിട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നോക്കുമ്പോൾ മണവാളൻ റീസെൻ്റ്ലി നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അവാർഡ് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ലുക്ക് ഔട്ട് നോട്ടീസ് ഇപ്പോൾ വരാനുള്ളൊരു സാധ്യത മീൻസ്, ഞാൻ അന്വേഷിച്ച വഴിക്ക് എനിക്ക് മനസ്സിലായത് ഈ ഒരു പെർട്ടിക്കുലർ FIR മണവാളനെതിരെ വന്ന FIRൻ്റെ കോപ്പി ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇതിൽ 1 മുതൽ 10 കൂടിയ പ്രതികൾ കേരളവർമ്മ കോളേജിൽ വെച്ചുണ്ടായ വാക്കുതർക്കം മൂലമുണ്ടായ വൈരാഗ്യത്തിൽ, പിന്നെ ആ ഡേറ്റും സമയവും കൊടുത്തിട്ടുണ്ട്. അയ്യന്തോൾ ചുങ്കം റോഡിന് സമീപം പബ്ലിക് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്തിരുന്ന ആവലാതിക്കാരനെയും സുഹൃത്തായ ജ്യോതി ബസുവിനെയും വാഹനമിടിച്ച് അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി കാർ മോട്ടോർ സൈക്കിളിൽ ഇടിച്ചാൽ ഇരുവർക്കും മരണം വരെ സംഭവിക്കാമെന്ന അറിവോടെ കാറിൽ പിന്തുടർന്ന് വന്ന് അവനെ കൊല്ലടാ എന്നും അവനെ ഇടിച്ച് വീഴ്ത്തടാ എന്നും ആക്രോശിച്ച് അടുത്തെത്തിയ സമയം ആവലാതിക്കാരൻ കാർ മോട്ടോർ സൈക്കിളിൽ ഇടിക്കാതിരിക്കാൻ റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റിയ സമയം മനഃപൂർവ്വം കാറ് മോട്ടോർ സൈക്കിളിൽ ഇടിപ്പിച്ചതിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്ന ആവലാതിക്കാരനും പുറകിലിരുന്ന് സഞ്ചരിക്കുന്ന ജ്യോതി വസുവിനും റോഡിലേക്ക് തെറിച്ച് വീണ് ആവലാതിക്കാരൻ്റെ വലത് കൈമുട്ടും വലത് കാൽമുട്ടും വലത് വശം തുടയിലും ഉരഞ്ഞ് പൊട്ടുന്നതിനും സുഹൃത്തായ ജ്യോതി വസുവിൻ്റെ വലത് കാൽപാദത്തിൻ്റെ എല്ലിന് പൊട്ടലും മുറിവും വലത് തുടയുടെ എല്ലിനും വലത് ഷോൾഡറിൻ്റെ എല്ലിനും ഡിസ്ക്ലൊക്കേഷൻ സംഭവിക്കുന്നതിനും സമയം ആവലാതിക്കാരൻ്റെ മോട്ടോർ സൈക്കിൾ വെട്ടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ കാർ ഇടിച്ച് ഇരുവരും മരണം വരെ സംഭവിക്കാൻ ഇടയാകുമായിരുന്നതായ കാര്യം. അതായത് 10 പ്രതികളും ഇത്രത്തോളം എന്താ പറയുക കാഷ്വാലിറ്റി സംഭവിച്ച ഒരു അത്യാവശ്യം വലിയൊരു FIR ആണ് ഇവർ ഈ ഇട്ട് വെച്ചിട്ടുള്ളത്. ആ വകുപ്പുകളാണെന്നുണ്ടെങ്കിലും മണവാളിനെതിരെയും ഈ 10 പേർക്കെതിരെയും നല്ല കടുകട്ടി FIR തന്നെയാണ്. ഇതൊക്കെ അങ്ങനെയാണ് കോടതിയിൽ പോയി ഇതിന് കൃത്യമായ ഒരു അതർ സൈഡ് മണവാളൻ്റെ കയ്യിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കോടതിയിൽ പ്രൂവ് ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ പ്രൂവ് ചെയ്തൊരു കാര്യമില്ല. കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ 10 കൊല്ലോ 15 കൊല്ലമൊക്കെ ശിക്ഷ കിട്ടാൻ മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ വകുപ്പ് പോലീസ്. എന്താണെങ്കിലും എൻ്റെ ഒരു അറിവിൽ എനിക്കറിയാൻ കഴിഞ്ഞത് ഇതിൽ കുറേ പ്രതികൾ 10 പേരുണ്ട്, 1 മുതൽ 10 പേരുണ്ടല്ലോ. കുറേ പേരൊക്കെ അവിടെ പോയി സറണ്ടറായി ജാമ്യം എടുത്ത് പുറത്തിറങ്ങി. ഇവർക്ക് ഇതുവരെ മണവാളൻ ചെന്നിട്ടില്ല എന്നുള്ളൊരു സീനുള്ളത് കൊണ്ടായിരിക്കണം ഇവരെന്ത് ചെയ്തത്,
ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ആൻഡ് ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ചത് മണവാളനാണോ എന്നുള്ള സംശയവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കണം. എന്താണെങ്കിലും ഇതാണ് ആ FIR ഡീറ്റെയിൽസും ആ ലുക്കൗട്ട് നോട്ടീസ് ഉള്ള സംഗതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ന്യൂസുകാർ പറഞ്ഞതും അതിനുശേഷം പോലീസുകാരൻ പറയുന്നതും നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ന്യൂസിൽ വന്ന് തന്നെ ഇവിടെ വയ്ക്കാം. തൃശൂരിൽ യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുകയായിരുന്ന 2 കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. കെ അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം? ഏപ്രിൽ 19 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാവുന്നത്. കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന 2 വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു കേസാണ് ചെയ്തിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഈ വെസ്റ്റ് പോലീസ് സിസ്റ്റത്തിൽ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കേസ് നടന്നതിന് പിന്നാലെ തന്നെ മണവാളൻ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസിന്റെ ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ എന്തായാലും മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ, മണവാളൻ എന്ന യൂട്യൂബ് ചാനലാണ് നടത്തുന്നത്, മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ ഇത്തരത്തിൽ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന രീതിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികളായ 2 വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽ ഈ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് FIR ഇട്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ന്യൂസുകാർക്കും പറയാനുള്ള ഒരു ഡീറ്റെയിൽസ്. ഇപ്പം ഞാൻ എൻ്റെതായൊരു ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുണ്ട് എനിക്കും മണവാളനും. സോ ഞാൻ അന്വേഷിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് പൂരത്തിനിടയിൽ വെച്ചുണ്ടായ എന്തോ ഒരു കച്ചറ. പൂരത്തിന് അറിയാലോടെ, തൃശ്ശൂരാണ്, അത്യാവശ്യം അലമ്പും കാര്യങ്ങളൊക്കെ പൂരത്തിൻ്റെ ടൈമിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഉണ്ടായൊരു സംഗതി എസ്കലേറ്റ് ആയിട്ട് അത് കേരളവർമ്മ കോളേജിൻ്റെ മുന്നിലേക്ക് എത്തുകയും പിന്നെ അവിടുന്ന് ഒരു വാക്തർക്കം ഉണ്ടാവുകയും പിന്നെ അവിടെ നിന്നിട്ടാണ് പിന്നെ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത്. ഇനിയിപ്പോൾ മണവാളൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് മണവാളൻ തന്നെ പറയണം, നമുക്കറിയില്ല. ഇത് പോലീസുകാർ പറയുന്ന ഡീറ്റെയിൽസ് മാത്രമോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞ ഡീറ്റെയിൽസ് മാത്രമേ നമുക്കറിയൂ. അപ്പോൾ അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അടി ഉണ്ടാവുന്നു, പിന്നെ അത് എസ്കലേറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് വരുന്നു, ആ സ്ഥലത്ത് വെച്ചിട്ടും വാക്തർക്കവും കാര്യങ്ങളും ഉണ്ടാകുന്നു. അതിൽ നിന്ന് പ്രൊവോക്ഡ് ആയിട്ട് സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് ആണ് എന്നാണ് പേഴ്സണലി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഇനി പോലീസുകാരനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഓഫീസറോട് സംസാരിച്ചതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി ഉണ്ട്. തൃശ്ശൂർ കേരളവർമ്മ കോളേജിന്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ടേ തൃശ്ശൂരിന്റെ സമയത്ത് മദ്യപിച്ച് കൂടുതൽ വിഷയം ഉണ്ടായതിന്റെ പേരില് ഇവര് ആ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുണ്ടായി. അപ്പൊ അവരെ പിന്തുടർന്നവര് വണ്ടി എടുത്ത് പോയി ഇടിച്ച് അവരെ ഉണ്ടായ സംഭവമാണ്. അതായത് ഈ പറയുന്ന ഇദ്ദേഹം മദ്യപിച്ചു എന്നാണോ, ഈ യൂട്യൂബർ മദ്യപിച്ചു എന്നാണ് അല്ലേ? യൂട്യൂബർ പൂരം കാണാനായിട്ട് സുഹൃത്തുക്കൾ പോകുന്നതാണ്. അപ്പൊ അപ്പുറത്ത് വേറെ ടീമുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു, വേറെ തൃശ്ശൂർ പൂരാണല്ലോ. തൃശ്ശൂർ പൂരം. അപ്പൊ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വർത്തനം പറയില്ല ഇങ്ങനെ. ഇയാളുടെ കൂടുതൽ ആൾക്കാരും മറ്റു ടീം ആൾക്കാരുകളായിട്ട് സ്പർദ്ധയായി. ഇത് ഓപ്പോസിറ്റ്. അപ്പൊ ഈ യൂട്യൂബറുടെ കയ്യിൽ വാഹനം ഉണ്ടായിരുന്നു, ഒരു XUV വാഹനം ഉണ്ടായിരുന്നു. അപ്പൊ ആ വാഹനം എടുത്തിട്ട് മറ്റേ തല്ലിട്ട് ബൈക്കാൻ പോയപ്പോ പിന്തുടർന്നവര് XUV കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നത് മറ്റൊരു വാഹനം ഇടിച്ച് അത് കാര്യമായി പറ്റുപോയി. ഓക്കെ. അതായത് ഇപ്പൊ ഇവരെ ഈ പറയുന്ന യൂട്യൂബറുടെ വാഹനത്തിലേക്ക് ഈ ഓപ്പോസിറ്റ് ടീം ഇടിച്ചായിരുന്നോ? ഇല്ല, മറ്റൊരു ബൈക്കുമേ. അതായത് അതിന് മുൻപ് ഇവരായിട്ട് പ്രശ്നം ഉണ്ടായി അല്ലേ? ഓക്കെ. അല്ല, ഈ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കാൻ കാരണം ഇയാളെ വരാത്തതുകൊണ്ടാണോ വിളിച്ചിട്ട്? ഓക്കെ, ഇതാണ് പോലീസിൻ്റെ എക്സ്പ്ലനേഷൻ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ, തൃശ്ശൂർ പൂരത്തിൻ്റെ ടൈമിൽ 2 ഗ്യാങ്ങൊക്കെ ആകുമ്പോഴത്തേക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ അവിടെ ഈ സാധനം സർവ്വസാധാരണമാണെന്നാണ് അവിടെ ഉള്ളവർ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എനിക്കത് എക്സ്പീരിയൻസ് ഇല്ല. തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയ സമയത്തൊന്നും ഞാനങ്ങനെ അടിയിലോ അലമ്പിലോ പെട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ നടക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായൊരു അടി ആ സ്ഥലത്ത് വേണമെങ്കിൽ മണവാളൻ ഉണ്ടാവാതിരിക്കാം. മേ ബി മണവാളൻ വന്നതായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ കാണുമല്ലോ. ഏതെങ്കിലും ഒരു അടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അടി കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ അടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടുത്തുള്ളത് അവരെ വിളിച്ച് വരുത്തില്ല, അങ്ങനെ വന്നതായിരിക്കാം. എന്തായാലും അലമ്പുണ്ടായി, അടി ഉണ്ടായിട്ട് അവിടുന്ന് പോകുന്ന വഴിക്കാണ് ഈ ബൈക്കുകാർക്ക് മണവാളൻ കാറെടുത്ത് കുത്തിച്ചതെന്നാണ് പോലീസിൻ്റെ വേർഷൻ. അപ്പോൾ അവിടെ എന്തിനടി നടന്നു, എന്ത് കാരണം കൊണ്ടാണ് അടി നടന്നു എന്നുള്ളതൊക്കെ ആവും മണവാളൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മേ ബി വരാൻ പോകുന്നത്. മണവാളൻ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടില്ല. നമുക്കറിയാൻ കഴിഞ്ഞത് ഇതാണ് സംഭവം, അടി നടന്നു, മണവാളൻ അവിടെ ഉണ്ട് എന്നും ചിലർ പറഞ്ഞു, ചിലരില്ല, മണവാളൻ പിന്നെ വന്നതാന്ന് പറഞ്ഞു. അങ്ങനെ മണവാളൻ വന്നു,
ഈ 2 പേര് പോയി, അവരെങ്ങനെ പോയി, എന്തിനു പോയി, അവരവിടെ നിന്ന് വണ്ടി എടുത്ത് ഓടാൻ കാരണം എന്താണെന്നുള്ളത് പോലീസുകാരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, നമുക്കും അറിയാൻ പാടില്ല. അങ്ങനെ വണ്ടി എടുത്ത് അവർ പോയി. പോയതിനു ശേഷം പിന്നാലെ പിന്തുടർന്ന് പോവുകയാണ്. അപ്പോൾ സാധാരണ നോർമലി അടി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് നല്ല കിട്ടിയിട്ടുണ്ടെങ്കിലാണല്ലോ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പിന്നിൽ പോവാറ്. ഓബിയസ് സംഭവം അതാണ്. അപ്പോൾ അങ്ങനെ പോയതാ. എന്താണെങ്കിലും ഇതാണ് പോലീസുകാരനുള്ളൊരു എക്സ്പ്ലനേഷൻ. ഞാൻ അറിഞ്ഞ സമയത്തും ഏകദേശം ഇതൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ മണവാളനിപ്പോൾ ഇത് കോയിൻ്റെ 2 സൈഡും പറയുകയാണെങ്കിൽ മണവാളൻ തന്നെ പറയണം, എക്സ്പ്ലെയിൻ പറയണം. പക്ഷേ നമുക്കതിലൊരു കേസ് വരുന്നത് ഇത്രയും ഡേറ്റഡ് ആയിട്ടുള്ളൊരു കേസ്. ഓക്കെ, 4-ാം മാസത്തിൽ നടന്നൊരു കേസ്. ആ കേസിന് ഇതുവരെ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുവരെ അതിന് ഒരു രീതിയിലും എന്ത് ചെയ്യുന്നില്ല, ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ലുക്കൗട്ട് നോട്ടീസ് വരെ കാര്യങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ പോലീസുകാരെന്താ പറയുക, ഒരു വട്ടം പ്രൊവോക്ഡ് ആയാൽ പിന്നെ അവർ പണി പാളും. ഇപ്പോൾ നമ്മൾ എന്ത് എക്സ്പ്ലനേഷൻ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാം, പക്ഷെ അങ്ങനെ എല്ലാ പോലീസിൻ്റെ മുന്നിലും കോടതിയിലും ഒക്കെ കൃത്യമായ പ്രൂഫും തെളിവും കാര്യങ്ങളൊക്കെ വേണം. ആൻഡ് FIR വായിക്കുമ്പോൾ തന്നെ അറിയാം അവർക്ക് സാരമായ പരിക്ക് അവർക്ക് ഉണ്ട് എന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു ഓവർ ഹൈ ഉണ്ടല്ലോ. പിന്നെ കുറേ പേര് ഈ ന്യൂസിൻ്റെ കമൻറ്റ് ബോക്സിലും മണവാളൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ കിടന്നിട്ട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ആൻഡ് ആ പോലീസുകാരനോട് കൃത്യമായി സംസാരിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഈ മദ്യത്തിൻ്റെത്. എൻ്റെ അറിവിൽ മണവാളൻ എന്ന് പറഞ്ഞ വ്യക്തി മദ്യം, സിഗരറ്റ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി അറിയുന്നത്. ആൻഡ് അവൻ നന്നായി ശരീരമൊക്കെ നോക്കുന്ന ഒരാളുമാണ്. അതുമാണ് എനിക്കറിയുന്ന മണവാളൻ. ഓക്കെ, എനിക്കറിയുന്ന മണവാളൻ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ പോലീസുകാരനും പറയുന്നുണ്ട്, എടുത്ത് ചോദിക്കുന്നുണ്ട് ഖാദർ ഭായി ആ വ്യക്തി. അപ്പോൾ അല്ല, വേറെ കൂടെ ഉള്ളവർ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കാര്യം അറിയാതെ എന്ത് ചെയ്യണ്ട, അങ്ങനെ ഇങ്ങനെ യൂട്യൂബറാണ്, മറ്റതാണ്, മറിച്ചതാണ്, ഒരാളെ അങ്ങനെ ആടേ സൊസൈറ്റി എന്ത് ചെയ്യാനാണ്. നാളെ ഞാൻ പോയി വണ്ടി ഇടിച്ചാലും അല്ലെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും ചെയ്താലും ചിലപ്പോൾ എൻ്റെ ലുക്ക് വെച്ചിട്ട് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ വല്ല കള്ള കഞ്ചാവാണെന്നൊക്കെ വിളിച്ച് പറയും. കാരണം ടാറ്റു ഉണ്ട്, മുടിയുണ്ട്, താടിയുണ്ട്, മനസ്സിലായി. അപ്പം അങ്ങനത്തെ സ്കീമൊക്കെ ഒഴിവാക്കുക. ഓക്കെ, കേസായിട്ടും ലുക്കൗട്ട് നോട്ടീസ് എന്താണെങ്കിലും ചെറിയ ഇഷ്യൂവിന് വരില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇവനൊട്ടും അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ഇട്ട് തന്നെയാണ്. ആൻഡ് സിവിയറായിട്ടുള്ള കാഷ്വാലിറ്റി ആ ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചു. ആക്സിഡൻ്റാണ്, വണ്ടി മനഃപൂർവ്വം ഇടിപ്പിച്ചു എന്നുള്ള രീതിയിലാണ്, കൊല്ലാൻ പാകത്തിന് വണ്ടി ഇടിപ്പിച്ചു എന്നാണ് പോലീസുകാരുടെ FIR റിപ്പോർട്ടുള്ളത്. സോ സാരമായിട്ടുള്ളൊരു കേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി മണവാളൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു ഫോർ ദ സോഷ്യൽ മീഡിയ. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന് ആണ് ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരിക. ബാക്കി കോടതി നിയമമൊക്കെ അതിൻ്റെ വഴിക്ക് വേറെ പോകും. അത് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് മണവാളൻ എസ്പെഷ്യലി ചെയ്യേണ്ടത്. ഇവിടെ പിന്നെയും പറയാം, അവിടെയാണ് നമ്മുടെ ലൈഫ് കിടക്കുന്നത്. ഇവിടെ പിന്നെ അത്ര സീനില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്ക് പറഞ്ഞിട്ട് പോയാൽ മതി. പക്ഷേ അവിടെ അങ്ങനെയല്ലേ, നമ്മൾ ശരിക്കും ലൈഫിലുള്ള സംഗതിയല്ലേ. ആൻഡ് എനിക്ക് അറിയില്ല ഇനി ഇവർ കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഒരു അടിപിടി ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോൾ 2 കൂട്ടരും കേസ് കൊടുക്കണമല്ലോ. ഇനി ആക്സിഡൻറ്റോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമിനാണെങ്കിലും GD എൻട്രിക്ക് 2 ആളും എന്ത് വേണം, FIRന് പോകണം. മനസ്സിലായോ? അങ്ങനത്തെ വല്ല സംഗതികളും ഇതിനകത്തുണ്ടോ എന്നുള്ളതും നമുക്ക് മണവാളുടെ എക്സ്പ്ലനേഷൻ വരാതെ പറയാൻ പറ്റില്ല. സോ ഇത്രയാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഡീറ്റെയിലിംഗ് ആൻഡ് ഇൻഫർമേഷൻ ഓൺ ദിസ്. അത് ഞാൻ തന്നു. ബാക്കി മണവാളുടെ എക്സ്പ്ലനേഷൻ വന്നിട്ട് നമുക്ക് നോക്കാം.